അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരം വന്നിട്ടുണ്ട്. ഭീഷണിയാണ്, മൊത്തത്തിൽ ഭീഷണിയാണ്. ലൈഫ് ഓഫ് എന്ത് പറഞ്ഞാലും, മൂപ്പം പറഞ്ഞാലും, പിന്നെ വേറെ 2-3 പേരുടെ പേരും കൂടെ ഉണ്ട്. അവര് പറഞ്ഞാലും ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അണ്ണം പറഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വെടിവെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ അണ്ണന്മാരെ പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. എന്തായാലും അണ്ണന്റെ തോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ സീനാണ് കേട്ടോ. അണ്ണന്റെ തോക്ക് കണ്ടെന്ന് പറഞ്ഞ് വേറൊരു പുള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളി വന്ന് കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. അങ്ങനെ അവരും രംഗത്ത് വന്നു. എന്തായാലും ഇപ്പൊ പഴയ തോക്ക് കേസ് പൊങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും അണ്ണൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. എന്തായാലും ആ റിയാക്ഷൻസ് ചെയ്ത ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവരെയൊക്കെ കാണുന്നുണ്ടല്ലോ, അവരെയൊക്കെ പേര് ബാലചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ കൂടെ എന്നൊക്കെ കേട്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ ആയാലും അവരെ അനുമോദിച്ചെന്ന് കരുതി അനുമോദിക്കാൻ വേണ്ടി വീട്ടിലേക്കൊന്നും കയറി ചെല്ലാണ്ടിരുന്നാൽ മതി. അപ്പൊ അണ്ണന്റെ തോക്ക് വിഷയത്തിൽ പുള്ളിക്കാരന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്തതായിരുന്നു. എന്തായാലും ഞാൻ അതൊന്നും കൂടി പ്ലേ ചെയ്യാം. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോ. ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു. ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ്, ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ശരിക്കുള്ളൊരു എന്താ പറയാ, നോർമൽ മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം എന്നല്ല, ഒറിജിനൽ തോക്കാണ്. അതിന് ലൈസൻസ്. അപ്പോ അണ്ണന്റെ തോക്ക് പുള്ളിക്കാരൻ പിടിച്ചു നോക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. വേറൊരു കാര്യം, ലൈസൻസ് ഇല്ലാത്തതാണ്. നമ്മുടെ ഹോം ടൂറിന് കാണിച്ച ആ ഒരു തോക്കല്ല കേട്ടോ, ഇത് ഉണ്ടയിട്ട് വെടിവെക്കുന്ന തോക്കാം. എനിക്ക് തോന്നുന്നു ഇതുമായിട്ടായിരിക്കും അന്ന് ചെകുത്താന്റെ വീട്ടിൽ ചെന്ന് കയറിയത്. എന്തായാലും അന്ന് ചെകുത്താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ RIP ആയിരുന്നു. ഇദ്ദേഹത്തിന് വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുപാട് പ്രമുഖർ കണ്ടിട്ടുണ്ടെന്ന്. പ്രമുഖരുടെ പേരൊന്നും അവിടെ പറയുന്നില്ല കേട്ടോ. പക്ഷെ നമ്മുടെ സീക്രട്ട് അണ്ണന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. ഒന്ന് കണ്ടോക്ക്. ചാനലിലെ ഒരാള് സീക്രട്ട് ഏജന്റ്, അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവര് പറയുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ സീക്രട്ട് ഏജന്റ് രംഗത്ത് വന്നു. അണ്ണന്റെ തോക്ക് ഞാനും കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഈ വ്യക്തിയോട് ഞാൻ യോജിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്കിത് ഇപ്പം ഈ വീഡിയോയുടെ അകത്ത് വന്നിരുന്നിട്ട് ഇപ്പം ഈ സംഗതി പറയുമ്പോൾ നമ്മൾ ഇയാൾ ഇപ്പം പറഞ്ഞ എലമെൻറ്റും ഞാൻ ഇപ്പം പറയുമ്പോഴുള്ള എലമെൻറ്റ് മനസ്സിലായത് നിങ്ങൾക്ക്? ഇയാൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ എലമെൻറ്റും ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ തുടങ്ങിയ എലമെൻറ്റും ഒക്കെ അത് സെയിം ആണ്. ഇത് പറയുന്നത് കൊണ്ട് നാളെ നമ്മളെ നെഞ്ചത്തേക്ക് ഒരു വണ്ടി കയറി ഇറങ്ങി പോവാം, നമ്മൾ ആരെങ്കിലും വന്ന് ഇട്ടിട്ട് പോവാം. മനസ്സിലായോ? അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, ഉള്ള സത്യം പറഞ്ഞിട്ട് മരിച്ചു എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ. കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയും. ഇത് എത്ര പേര് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറെ പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അവരാരും പറയില്ല. അപ്പോ തോക്ക് കണ്ട ആളുകളുടെ സാക്ഷികൾ കൂടി വരുവാണ്. ഈ തോക്കിന്റെ കേസ് പൊങ്ങി വന്ന സമയത്ത് പഴയ ഒരു കേസും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങ് ചെകുത്താന്റെ വീട്ടിൽ അണ്ണൻ വെടിവെക്കാൻ പോയ കേസ്. അന്ന് പോയത് അണ്ണൻ തോക്കുമായിട്ടായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ട ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിക്കാരന്റെ, ഈ അണ്ണന്റെ കൂടെ കുറെ നാള് വർക്ക് ചെയ്തൊരു പുള്ളിയാണ്. ഇദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്, തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തോക്കിന്റെ കാര്യം മാത്രമേ പുള്ളി ഇവിടെ പറയുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ചെകുത്താന്റെ വീട്ടിൽ പോയ ആ CCTVയുടെ ദൃശ്യങ്ങൾ ഞാനൊന്ന് വരാം. ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് മാമന്റെ കയ്യിൽ എപ്പോഴും ഒരു കറുത്ത ബാഗ് ഉണ്ടാവുന്നതാണ്. ആ ഒരു ബാഗിനകത്താണ് അണ്ണന്റെ തോക്ക് ഇരിക്കുന്നത്. അപ്പോ ചെകുത്താന്റെ വീട്ടിൽ അന്ന് പോയ സമയത്ത് ഈ ബാഗ് കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് കണ്ടാ അറിയാം, കറുത്ത ഷർട്ട് ഇട്ട പയ്യന്റെ മേത്തൊരു ബാഗ് കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ആ ബാഗ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ഈ ബാഗിനകത്താണ് അണ്ണന്റെ തോക്ക് ഇരിക്കുന്നതെന്ന്. അന്ന് ആ ഒരു കേസ് വന്ന സമയത്ത് അജു അലക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഈ കറുത്ത ബാഗിന്റെ അകത്ത് നിന്ന് എടുത്തിട്ടാണ് വെടിവെക്കാൻ പോയതെന്നും പറയുന്നുണ്ട്. അതൊന്ന് കേൾപ്പിച്ചത്. ഇയാളുടെ കൂടെ വന്ന ഒരാളുടെ ബാഗിൽ നിന്നാണ് കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടോ? ഇല്ല, CCTVയിൽ കാണാൻ പറ്റത്തില്ല. ഇവര് ഡോറൊക്കെ അടച്ച് അകത്ത് കയറി ഇയാളെ തോക്കി കൊണ്ട് നിർത്തിയേക്കുമല്ലേ. അപ്പൊ തോക്കുമായിട്ട് ചെകുത്താന്റെ വീട്ടിലേക്ക് വന്നു, ഡോറങ്ങ് അടച്ചു, തോക്ക് ചൂണ്ടിയിരുന്നാണ് പുള്ളീനെ അവിടെ നിർത്തിയിരുന്നത്. പക്ഷെ CCTVയിൽ അതൊന്നും കണ്ടിട്ടില്ല. വേറൊരു കാര്യമുണ്ട്, കണ്ടവര് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെകുത്താന്റെ ഇഷ്യൂ വന്ന സമയത്ത്, അതായത് ചെകുത്താന്റെ വീട്ടിൽ തോക്കുമായിട്ട് പോയ സമയത്ത്, അപ്പൊ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ആയിട്ടുള്ള തോക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം പുള്ളിക്കാരൻ ഒരു മറുപടി പറയുന്നുണ്ട്, ലൈസൻസ് എനിക്ക് ഇല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോ തമിഴ്നാട്ടിലാണോ എന്ന് ചോദിച്ചു. ഇന്ത്യയിൽ എവിടെ തോക്ക് ഉപയോഗിച്ചാലും ഒരൊറ്റ ലൈസൻസ് അല്ലേ ഉള്ളൂ. കേരളത്തിന് വേണ്ടി തമിഴ്നാട്ടിന് വേണ്ടി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ലൈസൻസ് ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. ഇന്ത്യയിലേക്ക് ഒരൊറ്റ ലൈസൻസ് മാത്രം. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞതാണ്, അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല സാറെന്ന്. അതെന്താണ് റൈറ്റ് ഇല്ലാത്തത്? ഉത്തരം മുട്ടി. എന്നിട്ട് അവിടെ കിടന്ന് മെഴുകലാണ്. എന്തായാലും ആ ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും, പറയാതെ പറഞ്ഞു. ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ച സമയത്താണ് പറഞ്ഞത് ഇവിടെ ലൈസൻസ് ഇല്ലെന്ന്. തോക്കില്ലാത്ത ഒരാൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോക്കില്ലാത്ത ഒരാൾ ലൈസൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കുറെ സാക്ഷികള് ഈ തോക്ക് കണ്ടു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ചെകുത്താൻ അജു അലക്സ് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാക് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട്. മാക്കിനെയാണ് പിന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. സീക്രട്ട് ഏജന്റ് കണ്ടു എന്ന് പറഞ്ഞു
അതിനുശേഷം ഈ പുള്ളിക്കാരൻ വന്ന് കണ്ടു എന്ന് പറഞ്ഞ് വന്നു. എലിസബത്ത് പറയുന്നുണ്ട് ഈ തോക്ക് കണ്ടു എന്ന് പറയാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാൻ തയ്യാറാണെന്ന്. അപ്പോ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ചെറിയൊരു കേസല്ല. ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറ്റകരമാണ്. മാത്രവുമല്ല പലരുടെയും ജീവന് ഭീഷണിയാണ്. പുള്ളി പിന്നെ ചില്ലറക്കാരനൊന്നുമല്ല, പിടിപാടും വഴിപാടും എല്ലാ പാടുകളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ നമ്മുടെ ചെകുത്താൻ ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്യാൻ പോയത്. ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഈ അണ്ണനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. ഇവൻ ഈ തോക്കുമായിട്ടൊക്കെ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയൊരു സംഭവമില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാക്ഷികൾ തോക്ക് കണ്ടതായിട്ടും മാത്രമല്ല ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവന് വെടിവെക്കാൻ ഇറങ്ങുന്നത് കൊല്ലാൻ വേണ്ടി വരുന്നതായിട്ട് ഇവൻ പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇവൻ അതുകൂടാതെ നമ്മളറിയാത്ത സമയത്തൊക്കെ പലരും വന്ന് നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഈ ഇത്തരം സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായോ? പലരും വന്ന് വെറുതെ നിൽക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഈ ചൊറിഞ്ഞ വർത്താനം പറയുക, വീട്ടിൽ ഒരു പ്രാവശ്യം ഒരുത്തം വന്നിട്ട് ഒന്നല്ല ഒരു 2-3 പേര് കയറി വന്നിട്ട് പറയാം കഥ തുറന്നു പറയാം, ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ, ജീവന് ഭീഷണിയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോഴേ ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചോണ്ടേ എന്താണ് ഒരു പരാതി കൊടുക്കും. റിയാക്ഷൻസ് വീഡിയോ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നവര് നല്ല പോലെ കെയർ ചെയ്യേണ്ട സമയമാണ്. ഈ പുള്ളിക്കാരൻ എപ്പോഴാ നോക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരാതിപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. ഇവരിനിയിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തോക്ക് കണ്ടില്ല, തോക്കേന്ന് പറഞ്ഞിട്ട് വാതിൽ നിന്ന് പ്രസംഗിച്ചിട്ടും അകത്തി എന്ന് പറഞ്ഞിട്ടും FIR-നകത്ത് തോക്കിടാതെ ആ ഒരു ആംസ് ആക്ട് പെടുത്താതെ ഇവനെ എന്തോ രീതിയിൽ എന്തിനാ സഹായിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. നമുക്ക് FIR കിട്ടിയത് പോലും പാതിരാത്രിക്ക് 2 മണിക്ക് അങ്ങാണ്ട. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഞാനും ഇയാളും ഉണ്ട്. ഇനി എലിസബത്തിന് മൊഴി എടുക്കണേ, അവള് എവിടെ വേണേലും വന്ന് മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണേലും എലിസബത്ത് കാര്യങ്ങൾ പറയും. ചെകുത്താന്റെ വീട്ടിൽ അണ്ണൻ പോയ സമയത്ത് കാറിലന്ന് എലിസബത്ത് ഉണ്ടായിരുന്നു. ഈ എലിസബത്ത് തോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എലിസബത്ത് നമ്മുടെ അണ്ണനെതിരെ ഒരുപാട് വീഡിയോ ഇട്ടോട്ടിരുന്നതാണ്. ഇപ്പൊ എലിസബത്തിനെ കാണാനില്ല, എവിടെ പോയോ എന്തോ. ഈ എലിസബത്തിനെ ആരെങ്കിലും തൂക്കിയ സംശയമാണ്. ഈ അണ്ണന്റെ ഭീഷണിയാണെങ്കിൽ വേറെ ലെവല് ഭീഷണിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. പറയാൻ പറ്റത്തില്ല, എലിസബത്ത് ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും തരത്തിൽ ഇനി അപായപ്പെടുത്തിയോന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും തോക്കും കൊണ്ടൊക്കെ ഇവൻ നടക്കുന്നത്. ഇവനാണ് ഇച്ചിരി പ്രശ്നമുള്ള കൂട്ടത്തിലാകട്ടെ. ഇവന് ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല. ഇവന് ഭയങ്കര അഗ്രസീവാണ്. ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്ന അത്ര അല്ലല്ല, വേറെ ആൾക്കാർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ഭയങ്കര അഗ്രസീവ് ആണ്, ഇവനെ പുറത്തിറക്കി വിടാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ചെകുത്താൻ. ഈ റോഡ് വീലറിനെയൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ അഗ്രസീവ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഒത്തിരി പേര് അടിച്ചതായിട്ട്, അതായത് ഇവൻ ഒരുപാട് പേരെ തല്ലിയതായിട്ട് എലിസബത്ത് കണ്ടിട്ടുണ്ട്. 2 പേരെ അടി ഉണ്ടാക്കുന്നു. അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോൾ ഒരു ഡ്രൈവർ പയ്യനെ 18 വയസ്സ് 2 പ്രായമുള്ള അത് വീഡിയോ വന്ന അവൻ വീഡിയോ പറയുന്നുണ്ട് അവന്റെ കർണക്കുറ്റി അടിച്ചിട്ട് അവന്റെ ചെവിക്കല്ല് വിട്ട് ചോര വന്നിട്ടുണ്ടെന്ന്. അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു പോയി. ഇവൻ ഈ പേടിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അവരെയൊക്കെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെയും കഴിഞ്ഞിടയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു അടി നടന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ ഇവിടുന്നൊക്കെ കേട്ടറിയുക. ശരിക്കും പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഒരു മാഫിയ സെറ്റപ്പാണ്, ഒരു മാഫിയ ഗ്യാങ്ങുമായിട്ട് തന്നെയാണ് ഈ ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളെല്ലാവരും ഓരോരുത്തർ മനസ്സിലാക്കേണ്ട കാര്യം. എനിക്കറിയത്തില്ല എന്തിനധികം പറയുന്നു, വേറെ ആരുടെ കേസ് എടുത്തോട്ടെ. പക്ഷേ തോക്കുമായിട്ടെടുത്തും വീട്ടിൽ വന്ന് സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെന്ന് കയറി അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഒരു അന്വേഷണം ഇല്ലാന്ന് ഒന്നുമില്ലാന്ന്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ തോക്കിന്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് കയറി ചെന്നിട്ട് ആ വീട്ടിൽ തെരഞ്ഞിട്ടില്ല, വെറുതെ കയറി ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇതിനകത്ത് വിവി, സാത്താൻ, ലൈഫ് ഓഫ് അനന്തു, മൂപ്പൻ ഇത്രയും പേരുടെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്ന് കേസ് കൊടുത്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെന്നാണ് പറയുന്നത്. വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചായ കണ്ടിപ്പരിപ്പൊക്കെ തിന്നിട്ട് പോലീസുകാർ ഇങ്ങോട്ട് വന്നെന്നാണ് പറയുന്നത്. ഒന്നും പോലീസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ കേസ് അന്വേഷിച്ച പോലീസ് അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ കേൾപ്പിക്കാം. തെളിവ് പരിശോധിക്കുമ്പോൾ കൂടുതൽ നമുക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഈ തോക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കൊണ്ടു. അതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തന്നിട്ടുണ്ടായിരുന്നു. പരിശോധിച്ചിട്ട് ബാക്കി കാര്യം ഇത്രയും സാക്ഷികൾ അത് കണ്ടു എന്ന് പറയുന്നു, പക്ഷെ പോലീസിന് അത് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള വ്യക്തി പൊതുശല്യമായിട്ട് കണക്കാക്കേണ്ട സമയം കഴിഞ്ഞു. ഇതെന്താണ്, ഇത് വെള്ളരിക്കപ്പെടണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്, വലിയ പ്രശ്നമാണ് പുള്ളിക്കാരൻ. കളിയൊക്കെ അങ്ങോട്ട് മാറും, സീരിയസ് സാധനമാണിത്. പുള്ളിക്കാരൻ ചില്ലറക്കാരനല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു സൈഡിലാണെങ്കിൽ വെട്ടും കുത്തും കൊലയും ഭയങ്കര വിഷയം നടക്കുക, ലഹരിയും അതും ഇതുമൊക്കെ ആയിട്ട് നടക്കും. ഇപ്പുറത്തെ സൈഡിലാണ് അണ്ണൻ തോക്കും പിടിച്ചോണ്ട് നിൽക്കുക. ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചു പോകുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വെരി വെരി സീരിയസ് ഇഷ്യൂ. ഇത്രയും നാളെ ഈ ബാലയുടെ കൂടെ ഈ ഭാര്യമാരൊക്കെ എങ്ങനെ ജീവിച്ചെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും കൂടുതലൊന്നും എനിക്കിതിൽ പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.